രാത്രി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. എത്ര പേര് സന്തോഷമുള്ളവരായിരിക്കുന്നു? ഇത് പോരല്ലോ. യെശയ്യാപ്രവചനം പുസ്തകത്തിൽ നിന്ന് 66-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ തുടക്കത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു, വേദന വരും മുൻപേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനെ, നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ പ്രസവ ദ്വാരത്തിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇന്ന് രാത്രി ഉണർവിന്റെ വക്കത്ത് കൊണ്ടുവന്ന് ഞാൻ ഉണർവ് റിലീസ് ചെയ്യാതെ ഇരിക്കുമോ? സ്വത്രം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പ്രസവദ്വാരത്തിൽ കൊണ്ടെത്തിച്ചിട്ട് നിന്നെ പ്രസവിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ വാഗ്ദത്തം ചെയ്തിട്ട്, ഞാൻ ദൂത് പറഞ്ഞിട്ട്, ആ ദൂത് നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും ആവശ്യമുള്ള ദൂത് നിവർത്തിപ്പിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? ഹല്ലേലൂയ. വായിച്ചോ. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടയ്ക്കുമോ, അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. പ്രസവിപ്പിച്ചിട്ട് നിന്റെ ഗർഭപാത്രത്തെ അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ പ്രസവദ്വാരത്തിൽ കൊണ്ടെത്തിച്ചിട്ട് പ്രസവിപ്പിക്കാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പ്രസവം കഴിഞ്ഞ ശേഷം ഗർഭപാത്രത്തെ അടയ്ക്കുന്നതെന്നോ അല്ല നമ്മുടെ ദൈവം. എന്ന് പറഞ്ഞാൽ തുടർമാനമായി ചില ജനനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പിശാച് അടയ്ക്കാൻ നോക്കുമ്പോ തമ്പുരാൻ പറയുന്നു, ഞാൻ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ കോട്ടയം പ്രദേശത്തില് ഇനി അഭിഷക്തന്മാരെ ദൈവം ജനിപ്പിച്ചുകൊണ്ടിരിക്കും, സഭകളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. Come on, get ready. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, വേഗത്തിൽ തിടുക്കത്തിൽ ചില സംഭവങ്ങൾ 2024 നടക്കാൻ പോകുന്നു. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള സ്വത്രം പറയണ്ട. പക്ഷെ ദൈവത്തിന് അസാധ്യമല്ല എന്ന് ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നവര്, വിശ്വസിക്കുന്നവര്, അവര് മാത്രം ആമേൻ പറഞ്ഞാൽ മതി. ആമേ. ചില കാര്യങ്ങൾ ദൈവം വേഗത്തിൽ സഡനായിട്ട്, സഡൻ എന്ന് പറഞ്ഞ happening without previous notice, coming unexpectedly, immediately, quickly, a surprise എന്ന് പറഞ്ഞ മുൻ ആലോചന കൂടാതെ, മുൻ അറിയിപ്പില്ലാതെ വേഗത്തിൽ നിന്റെ വിടുതൽ ദൈവം നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ട്, ഒരു ആശ്ചര്യം എന്നതുപോലെ നിനക്ക് വേണ്ടി ഈ കൺവെൻഷൻ തീർന്ന് നീ വീട്ടിൽ മടങ്ങി പോകുമ്പോ ചില സർപ്രൈസ് കാണത്തക്ക വേണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് പറയുന്നവര്, വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചോ എഴുന്നേറ്റ് നിന്നോ
ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. അത് നിന്റെ വിടുതല. ഞാൻ പറയുന്നത് നിന്റെ വിടുതല, ഈ പട്ടണത്തിന്റെ വിടുതല യേശുവിന്റെ നാമത്തില്. ചില അഭിഷക്തന്മാർ പുറത്തു വരാൻ പോകുന്നു, ചില യൗവന തലമുറകൾ പുറത്തു വരാൻ പോകുന്നു. എന്നെ ദൈവാത്മാ പറഞ്ഞു, ചില യൗവന തലമുറ ദൈവം പുറത്തെടുക്കാൻ പോകുന്നു. ഇതുവരെ കാണാത്തതുപോലെ വചന വെളിപ്പാടും പ്രവചന ശുശ്രൂഷയും അഭിഷേകത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന ഒരു തലമുറയെ ദൈവം ഇവിടെ വാർത്തെടുക്കാൻ പോകുന്നു. എന്റെ പ്രസംഗം എന്ന് പറയുന്നത് പ്രവചന ശബ്ദവും വചന വെളിപ്പാടുമായിരിക്കും. സ്വത്രം. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ തലയിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ. അതിന് ഞാൻ തുണിയുന്നില്ല. അതിനുവേണ്ടി നിങ്ങൾ അവസാനം വരെ കാത്തിരിക്കേണ്ട. പ്രാപിക്കേണ്ടവർ ആരാധിച്ച് പ്രാപിച്ചോളണം. സ്വത്രം. സ്വത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം പറയുന്നു, if they obey and serve him, they shall spend their days in prosperity and their years in pleasures. Amen. Praise God. വായിച്ചോ. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചു. Praise the Lord. അതാണ് കീ. അവർ കേട്ട് അനുസരിച്ച് അവനെ സേവിച്ച. അവനെ സേവിച്ച എന്ന് പറഞ്ഞ ദൂത് കേട്ടച്ച് സൂത്രത്തിൽ സ്വത്രം പറഞ്ഞിട്ട് പോകുന്നവർക്കല്ല ഈ ദൂത്. ദൂത് കേട്ട് അവനെ സേവിക്കണം. തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും. അവർ വചനം കേട്ട് അത് ഉൾക്കൊണ്ട് അതിനെ കൈക്കൊണ്ട് എനിക്കുള്ള ദൂത, എന്റെ തലമുറയ്ക്കുള്ള ദൂത, എന്റെ സഭയ്ക്കുള്ള ദൂത, എന്റെ പട്ടണത്തിനുള്ള ദൂത എന്ന് വിശ്വസിച്ച് അതിനെ ഏറ്റെടുത്ത പോരാ, അതിനനുസരിച്ച് നീ അവനെ സേവിക്കണം. സേവിച്ച അല്ലെങ്കിൽ നിനക്കിത് അപ്ലിക്കബിൾ അല്ല. സേവിച്ച വായിച്ചോ. തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും. തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു. 2024 നീ ദുഃഖത്തിൽ കഴിഞ്ഞിട്ടില്ല, നീ ആനന്ദത്തിൽ കഴിയുന്ന ആണ്ടായിരിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മറിയ അവൾ സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന് യേശുവിന് ആ കുപ്പി പൊട്ടിച്ച് യേശുവിന്റെ തലയിൽ ഒഴിച്ചപ്പം പലരും പറഞ്ഞു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ മധ്യത്തിൽ എത്ര പാവങ്ങളില്ലയോ, അവർക്ക് എനിക്ക് കൊടുത്തുകൂടിയായിരുന്നു, വിറ്റ് പൈസ കൊടുത്തുകൂടിയായിരുന്നു. പലരും നീതി ന്യായം പറയുന്നവർ ഒത്തിരി പേരുണ്ട്. സ്വത്രം. പക്ഷെ അവളെ സന്തോഷം അവൾ പ്രകടിപ്പിച്ചു. കർത്താവ് അതിന് ആമേൻ പറയുകയും ചെയ്തു. ഈ അത് ഇതും പറയുന്നവരെ കേട്ടിട്ട് നീ ഇരിക്കരുത്. നീ സന്തോഷം വന്ന നീ പ്രകടിപ്പിച്ചോ. സ്വത്രം 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 സ്വത്രം. ഇപ്പോഴും ചിലർക്ക് പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങിയ അത് ദുഃഖമല്ല, ആനന്ദമായിട്ട് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാം. ഇന്നത് ഒഴുകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ കുപ്പിയിൽ വെള്ളമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് കാണാം. ഉണ്ടോ? ഉണ്ടല്ലോ. കുപ്പിയിൽ വെള്ളമുണ്ടല്ലോ. ഉണ്ടോ? സ്വത്രം. ഞാൻ കമത്തുക. വെള്ളം ഒഴുകിയോ? എന്നാ കാരണം? വാ അടച്ചിരിക്കുക. കർത്താവ് ഉണ്ടോ? ആത്മാവ് ഉണ്ടോ? ഉണ്ട് പാസ്റ്ററേ. സ്വത്രം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
അതറിയാം പാസ്റ്റർ, അതുകൊണ്ട് വായ അടച്ചിരിക്കുന്നേ. സ്വത്രം ഒഴുകത്തില്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ, നദിയല്ല നദികൾ ഒഴുകും. അത് നിന്നിൽ തുടങ്ങിയ നിന്റെ തലമുറയിൽ ഒഴുകും, നിന്റെ കുടുംബത്തിൽ ഒഴുകും, നിന്റെ പട്ടണത്തിൽ ഒഴുകും, നിന്റെ സമൂഹത്തിൽ ഒഴുകും, നീ പോകുന്ന കോളേജിൽ ഒഴുകും, നീ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോ അവിടെ അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കാം. അത് വിശ്വസിക്കുന്നവർ മാത്രം ശബ്ദമുയർത്തി പരിശുദ്ധാത്മാവ് ഒഴുകട്ടെ. ഒഴുകട്ടെ പാസ്റ്റർമാരെ, ഒഴുകട്ടെ. പിടിച്ചു വെക്കരുത്. നീ ഒഴുകി തുടങ്ങിയ തമ്പുരാൻ ഒരു കൽപ്പന പുറപ്പെടുപ്പിക്കും. തെക്കിനോട് കൽപ്പിക്കും, വടക്കിനോട് കൽപ്പിക്കും. തടയരുത്. എന്റെ ജനത്തിന്റെ നന്മയെ തടയരുത്. എന്റെ ജനത്തിന്റെ വിടുതലിനെ തടയരുത്. വിടുക, വിട്ടുവിടുക. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ അത്ഭുതത്തിന്റെ രാത്രിയാ. ഇന്ന് രാത്രി ഒരു പുതിയ തലമുറ ജനിക്കുന്ന രാത്രിയാ. എല്ലാവരുടെ ചിന്ത പ്രായമായെന്ന്. പ്രായമായി. ഇനി അടുത്ത തലമുറ സ്തുതിച്ച അവർ സ്തുതിക്കുന്ന ഒത്തുവരുന്നതെന്ന് ഞാൻ നോക്കിയിരുന്നോളാണെന്ന്. സ്വത്രം. ഇവിടെ പ്രായമായി 80 തികഞ്ഞവർ എത്ര പേരുണ്ട് ഇവിടെ? ഒറ്റണില്ല. 80 ഇല്ല. 70 ഉണ്ടോ? സ്വത്രം. അവിടത്തെ അല്ല കാര്യം, ഞാൻ ഇവിടുത്തെ ചോദിക്കുന്നത്. സ്വത്രം. 70 ഇല്ല. എല്ലാം 60, 65 ആ റേഞ്ചിൽ നിൽക്കുന്നവരാ. ഇപ്പോഴേ പറയുന്നു സ്വത്രം. കാരണം 70 ഏറിയ 80 പോകാൻ റെഡിയാകുന്നത് പോലെ അല്ല. ആമേ. കാലേബ് പറഞ്ഞു 85 വയസ്സ് തികഞ്ഞ കാലേബ് പറഞ്ഞു, എന്നെ മോശ വിളിച്ച നാളിൽ ഉണ്ടായിരുന്ന അതേ ദർശനം, അതേ വെളിപ്പാട്, അതേ ശക്തി പോകാനും വരാനും യുദ്ധം ചെയ്യാനും. ചോദിക്കുമ്പോ ചെറിയത് ചോദിക്കരുത്. മലകളെ വെട്ടിപ്പിടിക്കാൻ തക്കവണ്ണം കരുത്തുള്ളവരായി ഇപ്പൊ ഇരിക്കുന്ന തലമുറ അല്ല, ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ചിലത് വിളിച്ചു പറയണം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു പറയണം. നീ എന്ത് പറയുന്ന ദൈവം അത് ചെയ്യും. ഇസ്രായേൽ ജനം മിസ്രൈം വിട്ട് മരുഭൂമി യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ വാഗ്ദത്ത ദേശത്തെ കണ്ടേച്ചു വന്ന 12 ലീഡേഴ്സിൽ 2 പേര് പോസിറ്റീവ് പറഞ്ഞു, 10 പേരും നെഗറ്റീവ് പറഞ്ഞു. സന്തോഷിക്കേണ്ട അടുത്ത് മൊത്തം ജനക്കൂട്ടത്തെ കരയിപ്പിച്ചു. സ്വത്രം. പക്ഷെ ദൈവം പറഞ്ഞു കാലേബ് അങ്ങനത്തവനല്ല, അവന്റെ അകത്ത് ഒരു ഡിഫറെന്റ് സ്പിരിറ്റ് ഉണ്ട്. ദൈവത്തിന് ഇഷ്ടം ഡിഫറെന്റ് സ്പിരിറ്റ് ആയിരിക്കണം. സമൂഹം എന്നാ പറയുന്നു, മെജോറിറ്റി എന്നാ പറയുന്നു എന്നല്ല നീ നോക്കേണ്ടത്. സ്വത്രം. അങ്ങനെ മെജോറിറ്റി നോക്കിയ 10 നേതാക്കന്മാരും മൊത്തം ജനവും. സ്വത്രം. പക്ഷെ കാലേബ് യോശുവ അങ്ങനല്ല. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലീഡേഴ്സ്. സ്വത്രം. അവര് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് അത് സംഭവിക്കും, ഞങ്ങൾ കണ്ടതാണ്, അത് നമ്മൾ കൈവശമാക്കും. സ്വത്രം. ഈ വർഷം പറയണം
2024 എന്നെ ദൈവാത്മാവ് പ്രവചനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ പ്രവചനത്തിന്റെ ഒഴുക്കിൽ മൂവ് ആകുക. എൻ്റെ മെസ്സേജിലേക്ക് ഞാൻ വന്നിട്ടില്ല. സ്വത്രം മൂവ് ആയിക്കൊണ്ടിരിക്കുക. ദൈവം 2024 ചിലത് മടിച്ചു നിൽക്കുമ്പോൾ, ചിലത് കുറ്റം കുറവും പറഞ്ഞ് ന്യായീകരണം പറഞ്ഞ്, ചിലര് മറ്റുള്ളവരെ കുറവുകളെ വിധിച്ചും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതിൽ രസിച്ചോണ്ടിരിക്കുമ്പോ ഇനി ഒരു ചെറിയ കൂട്ടമുണ്ട്. അവർ പറയുക, ഇതല്ല എൻ്റെ വിളി, എനിക്കൊരു വിളിയുണ്ട്. തമ്പുരാൻ തന്ന വിളിക്കൊത്തവണ്ട ഞാൻ മൂവ് ചെയ്യും. എന്നോട് ദൈവം പറഞ്ഞ വിളിക്കൊത്തവണ്ട ഞാൻ മൂവ് ചെയ്യുന്ന ഉറപ്പുള്ളവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, മഹത്വം കൊടുത്താട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഇസ്രായേൽ ജനം മരുഭൂമിയിലാണെങ്കിലും അവരുടെ വസ്ത്രം ജീർണിക്കാതെ, അവരുടെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഇല്ലാതെ, ഒരു രോഗമില്ലാതെ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായിട്ട് ദൈവം അവരെ പരിപാലിച്ചു, വഴി നടത്തി. എന്നാലും ഇവരെ പിറുപിറുക്കുന്ന സ്വഭാവം മാറിയിട്ടില്ല. സ്വത്രം സ്വത്രം എത്ര വിടുതൽ കിട്ടിയാലും ചിലർക്ക് അതൊന്നല്ലേ, എത്ര ദൂത് കേട്ടാലും ഇങ്ങനെ തള്ളിക്കളയുന്ന ചിലരുണ്ട്. സ്വത്രം തമ്പുരാൻ അവിടെ തന്നെ മാർക്കിടും. നിന്നെ അക്കരെ കൊണ്ടുപോയ സ്വത്രം നീ പാലും തേനും കാണും, പക്ഷെ നീ ആട്ടട്ടക്കായി അവിടെ മരിക്കും. അതിലും നല്ലത് ഇവിടെ തന്നെ മരിക്കുക. ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേ. ഇവർ പിറുപിറുക്കുക. പിറുപിറുപ്പിന്റെ ശബ്ദം ദൈവം കേട്ടു. അവൻ നിന്റെ നിലവിളി മാത്രം കേൾക്കുന്നവനല്ല, നീ പിറുപിറുക്കുന്നതും കേൾക്കും. അവർ പറഞ്ഞു, ഈ മരുഭൂമിയിൽ ഞങ്ങൾ ഇവിടെ മരിച്ചിരുന്ന കൊള്ളാമായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഇവിടെ തന്നെ മരിപ്പിക്കുക, കൊല്ലുക. സ്വത്രം വേണ്ടാത്തത് എന്തുകൊണ്ട് നാവുകളിൽ പറയണം? ദൈവത്തിന്റെ വചനം പറയുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും, നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ആമേ. അതാണ് സദൃശവാക്യം 18:21 പറഞ്ഞത്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാ. the authority, the life and death. നീ ജീവൻ പറഞ്ഞ നീ ജീവൻ പ്രാപിക്കും. ആവർത്തന പുസ്തകത്തിൽ അങ്ങനെയാ പറഞ്ഞേ, നിങ്ങളുടെ മുൻപിൽ ജീവനും മരണവും ശാപവും അനുഗ്രഹവും ഉണ്ട്. തെരഞ്ഞെടുക്കേണ്ട ആ ഫ്രീ വിൽ ദൈവം നിങ്ങൾക്ക് വിട്ടുകൊടുത്തു. യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങളെ തീരുമാനിക്കേണ്ടത്. സ്വത്രം ചിലർ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് സിമ്പത്തി എടുക്കാൻ നോക്കും. അയ്യോ പാവം, കഷ്ടമുണ്ട് കേട്ടോ. ഇത് കേട്ടേച്ച് പോകുന്നവർ നിന്നെ വിടുവിക്കത്തില്ല. നീ കഷ്ടത്തിൽ തന്നെ കിടക്കും. എന്റെ സഹോദരൻ, ചാടി എഴുന്നേക്ക്. ആർക്കാ ഇല്ലാത്ത കഷ്ടം? യേശു പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്, എന്നാലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചവൻ ഞാൻ എല്ലാ നാളും. സ്വത്രം സൃഷ്ടിതാവായ കർത്താവ് പറഞ്ഞ വിശ്വസിക്കണം. സ്വത്രം ബിഷപ്പ് പറഞ്ഞു, പോപ്പ് പറഞ്ഞു, റെവറന്റ് പറഞ്ഞു, ഇല്ല ഓവർസിയർ പറഞ്ഞു, ഇല്ല മറ്റാരോ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കണ്ട. കർത്താവ് പറഞ്ഞ അത് പിടിക്കണം.
ആമേ ആമേ. വേഗത്തിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ 2024 സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ചില ജനനങ്ങൾ നടക്കാൻ പോകുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ജനത്തോടെ പറ. ഞാൻ ഹോട്ടൽ മുറിയിൽ പ്രാർത്ഥനയിലിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എനിക്ക് 2-3 മെസ്സേജ് എൻ്റെ അകത്ത് കത്തുമായിരുന്നു ഇവിടെ പ്രസംഗിക്കാൻ. പക്ഷെ അവസാന മൂമെൻറ്റിൽ ദൈവാത്മാവ് പറഞ്ഞു, ഈ ദൂത് ഇവിടെ റിലീസ് ചെയ്യണം. എനിക്കറിയത്തില്ല. ദൈവാത്മാവ് പറഞ്ഞു, സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ജനനങ്ങൾ, സ്വത്രം അമാനുഷികമായ ചില ജനനങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ആമേ. പിശാചിന് ജനനത്തിന്റെ വാർത്ത കേട്ടാലേ അവൻ ഇഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയ. ദൈവജനം വിടുതലിന്റെ ആ ജനനത്തിന്റെ വചനം കേട്ട് അവരുടെ ഉള്ളിൽ ആ വചനം ജനിക്കുന്നതിന് മുൻപ് അതിനെന്തെങ്കിലും കുറ്റവും കുറവും പറഞ്ഞ് എടുത്തു കളയാൻ പിശാച്, പിശാച്, നാണം കെട്ട പിശാച് വട്ടം തിരിഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, കാലത്തിന്റെ സമ്പൂർണതയിൽ ജനിക്കാനുള്ളത് ജനിച്ചിരിക്കും, നടക്കാനുള്ളത് നടന്നിരിക്കും. Come on, somebody shout hallelujah. അതൊരു ശക്തിക്കും തടയാൻ പറ്റുകയില്ല. ഒരു അന്ധകാര പിശാചിന് തടയാൻ പറ്റുകയില്ല. ഒരു ആഭിചാര ശക്തിക്ക് തടയാൻ പറ്റുകയില്ല. ഒരു മന്ത്രവാദിക്ക് തടയാൻ പറ്റുകയില്ല. ഒരു ഹോമത്തിന്, യാഗത്തിന് അത് തടയാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു ജനനം എന്റെ ജനത്തിന് വേണ്ടി ദൈവം 2024 ഈ കോട്ടയത്തിൽ വിളിച്ചു പറയുന്നു. ചെവി ഉള്ളവൻ കേൾക്കട്ടെ. കരുണരസകരമായ ചില വാക്കുകൾ പറഞ്ഞ്, സാഹിത്യം പറഞ്ഞ്, സ്വത്രം തലര അകത്ത് കയറാത്ത ചില പദങ്ങൾ ഉപയോഗിച്ച് സ്വത്രം ജനത്തിന് എന്തിനാ വന്നെന്ന് പോരടിപ്പിച്ച് വിടുന്നതല്ല ശുശ്രൂഷ. ഇന്ന് രാത്രി ആത്മാവില് വചനം, അവൻ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി തീർന്നു. Praise God. That means when you receive the word of God, ദൈവവചനം സ്വീകരിക്കുമ്പോൾ ആ വചനം നിന്റെ അകത്ത് ചിലതിനെ ജനിപ്പിക്കും. വചനത്തിന് കുറവില്ല. വചനമുണ്ടായിരുന്നു, അതിൽ വചനമുണ്ടായിരുന്നു. In the beginning വചനത്തിന് കുറവില്ല. സഹോദരി, വചനത്തിന് കുറവില്ല. നിനക്ക് എല്ലാ വചനം അറിയാം, കാണാൻ പാടമാ. പക്ഷെ അത് ജഡമായിട്ട് ബൈബിൾ പറയുന്നു, വചനം ജഡമായി ഉരുത്തിരിഞ്ഞു. അങ്ങനെയാണോ? വചനം ജഡമായി തീർന്നു. ജഡമായി തീർന്നു. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ കേട്ടത് മാനിഫെസ്റ്റേഷനായി എന്ന് നിങ്ങൾക്ക് പിടികിട്ടില്ല. വചനമുണ്ടായിരുന്നു, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പക്ഷെ ആ ദൈവം വെളിപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചിലർ തുറച്ചു നോക്കുന്നു. വിടുതലുണ്ടായിരുന്നു, വിടുതൽ ദൂതുണ്ടായിരുന്നു, ആ ദൂത് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വത്രം പറയാതിരിക്കുന്നു ചിലർ. അതാ ഞാൻ പറഞ്ഞ ദൂത്. ഇന്ന് ചിലർക്ക് വേണ്ടി ദൈവം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോവുക. നീ കേൾക്കുന്ന വചനം നീ ഉള്ളം കൊണ്ട് വിശ്വസിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി അത് ജഡമായി അവതരിപ്പിക്കാൻ പോകുന്നു. അത് നിന്റെ കണ്ണിന്റെ മുൻപ് ജനിക്കാൻ പോകുന്നു. നീ കൽപ്പിക്കും, ദൈവം പ്രവർത്തിക്കും. നീ കൽപ്പിക്കും, ദൈവം പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാല ഏലിയാവ് പറഞ്ഞു, ഞാൻ പറയാതെ മഴയാകട്ടെ മഞ്ഞാകട്ടെ പെയ്യുകയില്ല. അവൻ കൽപ്പിച്ചു, ദൈവം ആകാശ മണ്ഡലത്തെ അടച്ചു. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. അടയ്ക്കാനും തുറക്കാനുമുള്ള അധികാരം ദൈവം നിന്റെ നാവിൽ വെച്ചിട്ടുണ്ട്. ഈ ജനനം ജനിക്കാതിരിക്കത്തക്കവണ്ണം
പിശാച് വല്ല വിധനെ അതിനെ തടയാൻ ശ്രമിക്കും. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കോട്ടയത്തിൽ ഇവിടെ ഈ സ്ഥലത്ത് ദൈവം പറഞ്ഞ ദൂത് അത് വെളിപ്പെടാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ നിങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ തോന്നുന്നു? ആ ദൂത് എൻ്റെ ജീവിതത്തിൽ ദൈവം അതെൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. അത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. അത് ജോലിയായിരിക്കാം, രോഗസൗഖ്യമായിരിക്കാം, അഭിഷേകമായിരിക്കാം, കൃപാവരങ്ങളായിരിക്കാം, പുതിയ സഭകളായിരിക്കാം, കൃപാവരത്തിന്റെ ശുശ്രൂഷയായിരിക്കാം, come on, some new churches ആയിരിക്കാം, something supernatural ആയിട്ട് ചില ജനനങ്ങൾ ദൈവം റിലീസ് ചെയ്തോണ്ടിരിക്കുന്നു. Hey, come on somebody. പുറകിൽ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകം മുൻപന്തിയിൽ മാത്രമല്ല, ഏറ്റവും പുറകിലും ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Yes, 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 yes. Get ready, get ready, get ready. Something is going to happen tonight. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറിക്കൊണ്ടിരിക്കുന്നു. നിന്റെ കാലണ്ടർ മാറിക്കൊണ്ടിരിക്കുന്നു. നിന്റെ സീസൺ മാറിക്കൊണ്ടിരിക്കുന്നു. Love you Lord, love you, love you, love you, love you Lord. Thank you Holy Ghost. Thank you Holy Ghost. ജനനങ്ങൾ നടക്കുന്നത്, വിടുതൽ നടക്കുന്നത്, നിന്റെ വാഗ്ദത്തം നടക്കുന്നത് പിശാചിനൊട്ടും ഇഷ്ടമില്ല. പിശാചിന്റെ അനുവാദത്തോടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആമേ. ഞാൻ എൻ്റെ മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷനിൽ നിൽക്കുക. നാളെ ഞാൻ തുടരും, ഈ ദൂത് തുടരും. ആമേ. എൻ്റെ അകത്ത് ദൈവാത്മാ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ദൂത് എടുക്കുന്നത്. ലിസൺ ടു മീ, സംതിങ്, എന്തോ പുതിയ ജനനങ്ങൾ പിശാച് തടയാൻ ശ്രമിക്കും. ഇസ്രായേൽ ജനം ഒരു നേതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ കണ്ണുനീർ ദൈവം കേട്ടു, അവരെ നിലവിളി ദൈവം കേട്ടു. ഒരു മോശ കുഞ്ഞിനെ ദൈവം ജനിപ്പിക്കാൻ പദ്ധതി ഇട്ടു. സ്വത്രം. ദൈവം പദ്ധതി ഇട്ട ഉടനെ ഫറോന് പിടികിട്ടി എന്ന് പറഞ്ഞ അവൻ സേവിക്കുന്ന ദൈവങ്ങൾ അവനെ ഇളക്കി വിട്ടു. സ്വത്രം. ആൺ തലമുറകളെല്ലാം കൊന്നൊതുക്കണം. അവരുടെ ദൈവങ്ങളിൽ ഒന്ന് പ്രധാനമായ ദൈവമാണല്ലോ നൈൽ നദി. രക്തം കുടിച്ച് അട്ടഹാസത്തോടെ ഇനി അങ്ങനെ ഒരു തലമുറ ജനിക്കാൻ ഞാൻ വിടുകയില്ല എന്ന് പറയുമ്പോ സ്വത്രം അമ്രാമിനും ജെക്കബെഡലിനും അവർക്കറിയാം, എന്റെ തലമുറ പിശാചിന് ഇരയായി കൊടുക്കാനുള്ളതല്ല, നൈൽ നദിക്ക് ചോര ഒഴിക്കാനുള്ളതല്ല. ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ പേർ I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. Hallelujah. My God is a Jehovah. He is the Alpha and He is the Omega. അവൻ തന്നെ ആരംഭം, അവൻ തന്നെ അന്ത്യം, അവൻ തുടക്കമിട്ട് അവൻ തന്നെ പൂർത്തീകരിക്കും. നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ജീവിതത്തിന്റെ അകത്ത്, നിന്റെ സഭയുടെ അകത്ത്, ഈ പട്ടണത്തിന്റെ അകത്ത്, come on, are you believe? നിങ്ങൾ എന്റെ കൂടെ വിശ്വസിക്കുന്നു? ദൈവം ചിലതിനെ ജനിപ്പിക്കുമെന്ന് പറഞ്ഞ ഇവിടത്തെ ഏതൊക്കെ ശക്തികൾ എല്ലാം ഒരുമിച്ച്, രാഷ്ട്രീയ ശക്തികളാകട്ടെ, സാമൂഹിക ശക്തികളാകട്ടെ, ബെൽസബൂബിന്റെ ശക്തികളാകട്ടെ, എല്ലാം ഒരുമിച്ച് എഴുന്നേറ്റാലോ എന്റെ ദൈവം പറഞ്ഞത്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞ മാറാത്തവൻ, അവൻ അത് നിവർത്തിക്കും എന്ന് ഉറപ്പുള്ളവ ഈ ദൂത് നിനക്കുള്ളതാ, ഈ ദൂത് നിന്റെ കുടുംബത്തിനുള്ളതാ.
പിടിച്ചെടുക്ക്, പ്രാപിച്ചെടുക്ക് യേശുവിന്റെ നാമത്തില്. Come on somebody. പ്രതികൂലമുണ്ട്, ഉണ്ട്, പ്രശ്നമുണ്ട്, ഉണ്ട്. പക്ഷേ നിവർത്തിക്കരിക്കുമെന്ന് പറഞ്ഞവൻ, ദൂത് പറഞ്ഞവൻ, ആലോചന പറഞ്ഞവൻ, എന്തൊക്കെ പ്രശ്നം വന്നാല്, എത്ര പോര് വന്നാല്, come on somebody. ജനിക്കും, ജനിക്കും, ജനിക്കും. തലമുറകൾ ജനിക്കും, ശുശ്രൂഷകൾ ജനിക്കും. ഇതിന്റെ അകത്ത് ശുശ്രൂഷകന്മാരുണ്ടോ? ഇതിന്റെ അകത്ത് ശുശ്രൂഷകന്മാരുണ്ടോ? പുതിയ തലമുറകളുണ്ടോ? Get ready, get ready. ഒരു മാന്റൽ നിങ്ങളുടെ മേൽ വീഴാൻ പോകുന്നു, ഒരു പുതപ്പ് നിങ്ങളുടെ മേൽ വീഴാൻ പോകുന്നു. ഇന്ന് രാത്രി നീ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ മുൻപന്തിൽ ഓടിക്കുതിച്ചോ. നിന്റെ മേൽ ഒരു പുതപ്പ് വീഴുന്ന രാത്രിയാ. അത് തടയാൻ പൈശാചിക ശക്തികൾ എല്ലാം ഇളകും. Help me Holy Spirit, help me Holy Spirit, help me Holy Spirit. Take all control Holy Spirit. തീ കത്തട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഓ, ഒരു പുത്തൻ അഭിഷേകം ഇപ്പോൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ആ നാവിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, ആ കൈകൾ കെട്ടിരിക്കുന്ന ചങ്ങലകൾ പൊട്ടട്ടെ, ആ ശാപക്കെട്ടുകൾ പൊട്ടട്ടെ, ആ രോഗബന്ധനങ്ങൾ പൊട്ടട്ടെ. പറവനെ, നീ പല എബ്രായ കുഞ്ഞുങ്ങളെ കൊന്ന് നൈൽ നദിയിൽ എറിഞ്ഞ് നീ അട്ടഹസിക്കുമ്പോ നീ ഓർത്തോ ദൈവത്തിന്റെ പദ്ധതി ദൈവം അങ്ങ് വിട്ട് പിന്മാറുമെന്ന്. സ്വത്രം പ്രതികൂലത്തിന്റെ പ്രശ്നത്തിന്റെ കാറ്റുകളെ അയച്ചുവിട്ട് നിനക്ക് നേരെ ഓളങ്ങളെ ഇളക്കി വിട്ട് തിരമാലകളെ അടിച്ച് ഇളക്കി വിട്ട് നിന്നെ അമർത്താൻ നോക്കും. പക്ഷെ നീ ഉറച്ചു നിന്നോ, ഉറച്ചു നിന്നോ. സഹോദര പിടിച്ചു നിന്നോ, സഹോദരി പിടിച്ചു നിന്നോ. ദൈവാത്മാ ചില കുടുംബത്തിന് ദൂത് പറഞ്ഞോണ്ടിരിക്കുക. നിന്നെ നിർത്തുകയില്ല, നിന്നെ ഇവിടെ നിന്ന് പറപ്പിക്കും, നിന്നെ ഇവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ വാദിച്ചു നിൽക്കുന്ന ആ പന്ന പിശാചിനോട് പറ, ഞാൻ ഇന്നും നാളെയും ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ആ കുറുക്കനോട് പോയി പറ, ഇന്ന് രാത്രി ആ പൈശാചിക ശക്തിയോട് പറ, നിന്നെ നിലനിർത്തുകയില്ല, നിന്നെ വിടുകയില്ല, നിന്റെ ശുശ്രൂഷ നീ കാണുകയില്ല, നീ പട്ടണത്തിൽ നീ തല ഉയർത്തുകയില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ മധ്യത്തില് നിന്റെ കുടുംബത്തിന് ഒരു പോരൽ പോലും ഉണ്ടാകാതെ, ഓ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരു പോരൽ പോലും ഉണ്ടാകാതെ വിലാപങ്ങളുടെ പുസ്തകം പറയുന്നു, 3:22 പറയുന്നു, നീ മുടിഞ്ഞു പോകാത്തത് ദൈവത്തിന്റെ ദയയാകുന്നു, അവന്റെ കരുണയാകുന്നു, അവന്റെ കൃപയാകുന്നു. ഏത് കൊട്ടാരത്തിൽ നിന്ന്
നിയമം പുറപ്പെടുവിച്ചോ അതേ കൊട്ടാരത്തിന്റെ ചെലവില്, സ്വത്രം പറയുന്നില്ലല്ലോ, ഈ മോശക്കുഞ്ഞ് അമ്രാമിന്റെ യാക്കോബിന്റെയും മകനായി വളർന്നിരുന്നെങ്കിൽ അവനൊരു ദാസനായ ജീവിതം കഴിഞ്ഞുകൂട്ടണം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ദാസനല്ല, നീ നേതാവ്, നീ അടിമേലല്ല, നീ നേതാവാ. നിന്റെ തലമുറ ഭിക്ഷയാചിക്കുന്നവരല്ല, നിന്റെ തലമുറ അങ്ങോട്ട് കൊടുക്കുന്നവരാ. പ്രാർത്ഥിക്കുന്ന അമ്രാമന്മാരുണ്ടോ? യാക്കോബന്മാരുണ്ടോ? പറ, തലമുറയെ വിളിച്ച് പ്രവചിക്ക. നിന്റെ തലമുറയെ കുറിച്ച് നീ പ്രവചിക്ക. എന്റെ തലമുറ മദ്യപാനത്തിനല്ല, മയക്ക് മരുന്നിനല്ല, ഹല്ലേലൂയ, വ്യഭിചാരത്തിനല്ല, പാപത്തിനല്ല. എന്റെ തലമുറ അത് അവിശുദ്ധ തലമുറ. എന്റെ തലമുറ അപ്പോസ്തലനായിരിക്കും. എന്റെ തലമുറ പ്രവാചകനായിരിക്കും. എന്റെ തലമുറ ഉപദേശിയായിരിക്കും. എന്റെ തലമുറ ഒരു സുവിശേഷകനായിരിക്കും. എന്റെ തലമുറ ഒരു പാസ്റ്ററായിരിക്കും. Can you prophesy? നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുമോ? പ്രവചിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ എന്നെ കുറിച്ച് പ്രവചിച്ചതാ. ഞാൻ പറഞ്ഞു, അമ്മയെ നോക്കിച്ച് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വട്ടാണോ എന്ന് പറഞ്ഞു. സ്വത്ര, അമ്മയ്ക്ക് വട്ടാണോ? എന്നെ പോലുള്ളവൻ ദൈവവേലയോ പോയി പണി നോക്കാൻ പറഞ്ഞവനാ ഞാൻ. പക്ഷെ കാലത്തിന്റെ സമയം തികഞ്ഞു വന്നപ്പോ സ്വത്ര ഇതാ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്നു. നീ ഇന്ന് ഇവിടെ പ്രവചിക്കുക. തമ്പുരാൻ തൻ്റെ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. അതങ്ങനെ തന്നെ തൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. ഏത് കൊട്ടാരത്തിൽ നിയമം പുറപ്പെടുവിച്ചോ അതേ കൊട്ടാരത്തിൽ സകല വിദ്യയിലും പണ്ഡിതനാകാൻ. സ്വത്രം, ഏത് കൊട്ടാരത്തിൽ നിയമം വന്നോ ആ കൊട്ടാരത്തില് അവന് സ്വത്രം ഫറോന്റെ പുത്രിയുടെ മകനായി വളർന്നു, രാജകുമാരനായി വളർന്നു. സ്വത്രം നല്ല മിടുക്കനായി വളർന്നു. ആമേ. ഏത് ഫറോൻ കൊല്ലാൻ നോക്കിയോ, ഏത് പിശാച് കൊല്ലാൻ നോക്കിയോ, ആ ശക്തികളെ അക്കരെ കടക്കാതെ ചെങ്കടൽ മുഖ്യവനാണ് എൻ്റെ ദൈവം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. I know I don't want to take much time. Let me pray for you. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്കൊരു പുത്തൻ അഭിഷേകം വേണം എന്ന് പറയുന്നവർ മാത്രം കരം ഉയർത്തിപ്പിടിച്ചു. ആ കരങ്ങൾ താത്തിവിടുക. ഈ കൺവെൻഷന്റെ പ്രത്യേകത ഉണർവ് മാത്രമല്ല. ഈ കൺവെൻഷന്റെ പ്രത്യേകത ഒരു പാവി മാനസാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കും. ഞാൻ ഈ കൈകൊണ്ട് ആയിരങ്ങൾ സ്നാനപ്പെടുത്തിയവനാണ്. ആഫ്രിക്കയിൽ ഒറ്റയടിക്ക് 4 മണിക്കൂർ നിന്ന് 340 പേര്, വലിയ ഗോലിയാത്തന്മാരെ പോലുള്ള അവരെല്ലാം മുക്കിയവനാ ഞാൻ. സ്വത്രം പറയുന്നില്ല. സ്വത്രം, ഞങ്ങളെ ചർച്ചിൽ 100, 200 ഇങ്ങനെ സ്നാനപ്പെടും. മാസ് ബാപ്റ്റിസംസ് നടക്കും. എല്ലാ മാസവും സ്നാനമുണ്ട്. എതിർപ്പുള്ളിയോ ഉണ്ട്. സ്നാനമുണ്ടോ? ദൈവം ചെയ്യുന്നു. പാവികൾ മാനസാന്തരപ്പെട്ട് വരണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊരു ഓൾട്ടർ കോൾ തരാം. ഈ രക്ഷയുടെ ആനന്ദം എനിക്ക് വേണം. പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാ. ആമേ.
പക്ഷെ പാരമ്പര്യം എന്നെ രക്ഷിച്ചില്ല. എന്നെ രക്ഷിച്ചത് യേശുവിൻ്റെ വിശുദ്ധ രക്തമാണ്. ആ രക്തത്തിൽ എനിക്ക് എൻ്റെ പാപവിമോചനം കിട്ടി. ഞാൻ യേശുവിൻ്റെ പൈതലായി മാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കൊരവസരം കിട്ടിയ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. എനിക്കൊരവസരം കിട്ടിയ ഞാൻ യേശുവിനെ ജലത്തിൽ സ്നാനത്തിന് മുഖാന്തരം ഞാൻ സാക്ഷീകരിക്കുമെന്ന് പറയുന്നവർ രക്ഷിക്കപ്പെട്ടവരല്ല. നമുക്ക് ഒരു കുഴപ്പം എല്ലാത്തിനും കൈവെക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരല്ല, ഇതുവരെ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാത്ത എനിക്ക് ഈ അനുഭവം, പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പല്ല, അതൊരു അനുഭവമാണ്. ഈ അനുഭവത്തിലേക്ക് എനിക്കും പങ്കാളിയാകണം എന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്തോത്രം. ലജ്ജിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭൂമിയിൽ മനുഷ്യരുടെ മുൻപിൽ നീ യേശുവിനെ തള്ളിക്കളഞ്ഞ സ്വർഗത്തിൽ ദൈവം പറയും നീ ആരെന്ന് എനിക്കും അറിയത്തില്ല എന്ന്. അതിനിടവരുത്തരുത്. മനുഷ്യർ ആരും നിന്നെ രക്ഷിക്കുകയില്ല. എനിക്കൊരവസരം കൊടുത്ത എല്ലാ കണ്ണുകൾ അടയട്ടെ. ക്ലോസ് എവറി ഹാൻഡ്സ് പ്ലീസ്. രോഗങ്ങളുണ്ടാകും. ഒത്തിരി മരുന്ന് ഞാൻ എടുത്തിട്ടും എനിക്കതിലൊരു വിടുതലില്ല. എനിക്ക് എൻ്റെ കർത്താവിൽ നിന്ന് ഒരു സൗഖ്യം എനിക്ക് ആവശ്യമുണ്ട് എന്നാഗ്രഹിക്കുന്നവർ അവർ മുൻപോട്ട് ഓടി വന്നാട്ടെ. ഞാൻ വിത്ത് പെർമിഷൻ, ഞാൻ അവർ സമയം ചോദിച്ചോണ്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഓടിവാ, ഓടിവാ, സമയം കളയണ്ട. എനിക്കൊരു ആന്തരിക രോഗമാകാം, ബാഹ്യ രോഗമാകാം, നിങ്ങൾക്ക് കണ്ണ് കാണാത്തതായിരിക്കാം, ചെവി കേൾക്കാത്തതായിരിക്കാം, മുഴകളായിരിക്കാം ശരീരത്തിൽ. ഡോക്ടറുകൾ നിങ്ങൾക്ക് വേണ്ടി സർജറി ചെയ്യണമെന്ന് പറഞ്ഞതായിരിക്കാം. ഞാനല്ല സൗഖ്യമാക്കുന്നത്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. അടുത്ത എനിക്കൊരു അഭിഷേകം വേണം, ഒരു പുത്തൻ അഭിഷേകം ഇന്ന് എനിക്ക് വേണം. എന്റെ മേൽ ആ പുതപ്പ് എന്റെ മേൽ വീഴണം എന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആ പുതിയ തലമുറ ഞാൻ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സേവിക്കുമെന്ന് പറയുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ മുൻപോട്ട് ഓടിവാ, ഓടിവാ, ഓടിവാ. പ്രാർത്ഥിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. തീ ഇവിടെ കത്താൻ പോകുന്നു. ഓടിയാ, ഓടിയാ. കം ഫാസ്റ്റ്, കം ഫാസ്റ്റ്, റൺ. അത് തന്നെ നിങ്ങൾ ഓടി വരുമ്പോ അതിന്റെ ദാഹം കാണിക്കുന്നത്. കം 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 കം. മറ്റുള്ളവരെല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട്. ദൈവദാസന്മാരെ, ഒരു തലമുറയെ ദൈവം വാർത്തെടുക്കുമ്പോ അതിന് സന്തോഷിക്കും, ആനന്ദിപ്പിക്കും. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. രാത്രി യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കർത്താവേ, പുതിയതായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ ഇത്രയും ജനത്തിന്റെ മധ്യത്തിൽ ധൈര്യത്തോടെ മുൻപോട്ട് കാൽച്ചുവടെടുത്ത് വെച്ച ഈ അംഗനായി പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ഇവർക്ക് രക്ഷ ഉണ്ടാകട്ടെ, ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. ഇന്ന് മുതൽ ദൈവ പൈതങ്ങളായി ഇവർ ജീവിക്കട്ടെ. അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവ്. വചനത്തിന് ശക്തിയുണ്ട്. ഏത് ഇരുവായി തലവാളിനും മൂർച്ഛത ഉള്ളതാ. സന്ധി മജ്ജകളിൽ അത് നുഴഞ്ഞു കയറാൻ കഴിവുള്ള വചനം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാവിനെ
സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം, സൗഖ്യമാകാം. ആ രോഗം വിട്ടുമാറട്ടെ, ആ ബാധ വിട്ടുഒഴിയട്ടെ, ആ ബന്ധനങ്ങൾ അഴിയട്ടെ, ആ ശാപക്കത്തുകൾ പൊട്ടട്ടെ. സൗഖ്യമാകാം, സൗഖ്യമാകാം. ഉച്ച മുതൽ ഉള്ളക്കാൽ വരെ യേശുവിന്റെ ആണിപ്പൈതുള്ള കരം ഇപ്പോൾ തൊടുമപ്പ, തൊടുമപ്പ, തൊടുമപ്പ. അമ്മഴകളെ പ്രത്യക്ഷമാകട്ടെ. അടഞ്ഞ ചെവികൾ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. യെഫെദാ, യെഫെദാ, തുറന്നു വരിക, തുറന്നു വരിക. അടഞ്ഞ കണ്ണുകൾ, ആ കാഴ്ച നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ആസ്മ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ത്വക്ക് രോഗങ്ങൾ വിട്ടുമാറട്ടെ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ, ലിവർ കംപ്ലൈന്റ് വിട്ടുമാറട്ടെ, BP വിട്ടുമാറട്ടെ, ഷുഗർ വിട്ടുമാറട്ടെ. ഏലിയാവിൽ അവിടെ ചോദിച്ചു, നിങ്ങളുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം. അത് കാണണം. നീ കാണുവാണെങ്കിൽ അത് നിനക്ക് ലഭിക്കും. ഇന്ന് നിങ്ങൾക്ക് എന്ത് ശുശ്രൂഷ ആവശ്യമുണ്ടോ, ഏത് മണ്ഡലത്തിന്റെ ശുശ്രൂഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണം, കാണണം. പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കീറണം. അവന്റെ വസ്ത്രം അവൻ 2 കഷണമായി കീറി. കാരണം പുതിയ പുതപ്പ് വീഴണമെങ്കിൽ പഴയതിനെ കീറണം, മുൻവിധി കീറണം. ചില 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 പഠിച്ചു വെച്ചിരിക്കുന്ന ചിലതെല്ലാം മറക്കണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില്, ആർ യു റെഡി ചർച്ച്? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. പ്രാർത്ഥിക്കാൻ പോകുന്ന ഉയർത്തിപ്പിടിച്ചോ. എത്ര ഉയർത്താൻ പറ്റുമോ അത്ര ഉയർത്തലേക്ക് ഉയർത്തിപ്പിടിച്ചോ. യേശുവിന്റെ നാമത്തില് കർത്താവേ, ഈ ജനം ദാഹത്തോടെ നിന്റെ വചനം കേട്ടു, നിന്റെ വചനം കേട്ടു. ഞാൻ ഇവരോട് ചോദിക്കുന്നു, ഇവർ ആ വചനത്തെ വിശ്വസിക്കുന്നോ എന്ന്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറ. കർത്താവേ, ഇവർ ആമേൻ പറഞ്ഞു. കർത്താവേ, ഇവർ ആമേൻ പറഞ്ഞു. കർത്താവേ, നിന്റെ വചനത്തിന് ഇവർ ആമേൻ പറഞ്ഞു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങനെ പുതപ്പ് ഇപ്പോൾ ഇപ്പോൾ ജനത്തിന്മേൽ വീഴട്ടെ, വീഴട്ടെ. നാവിന്റെ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. പുതിയ ഭാഷാവരങ്ങൾ, വെളിപ്പാടുകൾ, വചന വ്യാഖ്യാനങ്ങൾ, പ്രവചന ശുശ്രൂഷകൾ, രോഗശാന്തിയുടെ വരങ്ങൾ ഇപ്പോൾ പ്രാപിച്ചെടുക്കുക, 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 പ്രാപിച്ചെടുക്കുക. ഈ ഫ്രണ്ട് ലൈനിലിരുന്ന് അവസാന ലൈന് വരെ ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ഓ ഓ